ഹൈ ഗൈസ്, സോ നിങ്ങളുടെ നമ്മുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡിലെ 6th വീഡിയോ ആണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് FAQ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. സോ ഞാൻ വിത്തൗട്ട് എനി ഫർദർ റിവ്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ഇതിനു മുന്നേ ഒരു കാര്യം പറയേണ്ടി, ഇന്നലത്തെ അതായത് സാറ്റർഡേയിലെ സെഷൻ ആരും പങ്കെടുത്തിട്ടില്ലായിരുന്നു. സോ സെഷൻ നിങ്ങൾ പങ്കെടുക്കാൻ നോക്കുക, ഓക്കെ, മാക്സിമം. പിന്നെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിളിച്ച് പറയുന്നത് എന്നെ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉപകാരപ്രദമായിരിക്കും. ബിക്കോസ് ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിവേസ് നമുക്കിന്ന് സപ്ലൈ ആൻഡ് ഡിമാൻഡ് FAQ ഫസ്റ്റ് തന്നെ വരുന്നൊരു FAQ ആണ്. ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാമോ, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ ലോങ് പൊസിഷൻ എടുക്കുമ്പോൾ ആ ഒരു ഡിമാൻഡ് സോൺ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു അപ്പ് ട്രെൻഡിൽ ഒരു സപ്ലൈ സോൺ വരുമ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. മാർക്കറ്റ് സ്ട്രക്ചർ ആയാലും ഏതൊരു രീതിയിലായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ കൂടെ നമ്മൾ ട്രേഡ് ചെയ്ത് പോകണമെന്ന്. ബട്ട് മാർക്കറ്റ് ഇക്വിലിബ്രിയം തിയറി അനുസരിച്ച് ഒരിക്കലും മാർക്കറ്റ് മുകളിലോട്ടും പോയിക്കൊണ്ടിരിക്കത്തില്ല, ഒരിക്കലും മാർക്കറ്റ് താഴോട്ടും പോയിക്കൊണ്ടിരിക്കത്തില്ല. മനസ്സിലായില്ല? അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കൗണ്ടർ ട്രെൻഡ് ട്രേഡ്സ് എടുക്കാം, ബട്ട് അതിന് കുറച്ച് കൺഫർമേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഈ പറയുന്ന സപ്ലൈസിലൊന്നും കൊണ്ടുവച്ച് ട്രേഡ് എടുക്കരുത്. ഇവിടെ എല്ലാം ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ SL ഹിറ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. മറിച്ച് ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഹയർ ലോ ഉണ്ടല്ലോ, ഹയർ ലോ ബ്രേക്ക് ചെയ്ത് പിന്നെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നതായി, ഇതുപോലെ സ്ട്രക്ചർ ഷിഫ്റ്റായി എങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് ഈ പറയുന്നൊരു മൂവ്മെൻറ്റ് മേ ബി താഴെ വരെ, അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഒരു 50% ലെവൽ വരെയൊക്കെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഓരോ സപ്ലൈ സോണിൽ സെല്ല് ചെയ്ത് പിന്നെ സപ്ലൈ സോണിൽ സെല്ല് ചെയ്ത് ഷോർട്ട് ചെയ്ത് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് FAQ നമ്പർ 1. അത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇനി മാർക്കറ്റ് സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഹോൾ അറേ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ മെയിൻലി നിങ്ങൾക്ക് വരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, കൗണ്ടർ ട്രെൻഡ് ട്രേഡ്സ് എടുക്കുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കൗണ്ടർ ട്രെൻഡ് ട്രേഡ് എടുക്കാൻ ബെസ്റ്റ് ആണോ ഈ ഒരു മാർക്കറ്റ് വെച്ചിട്ട്? ഒരിക്കലുമില്ല. ബിക്കോസ് നമുക്ക് ഇതിപ്പോൾ ഒരു അപ്പ് ട്രെൻഡാണ്, പോരാത്തതിന് നമുക്കിപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള സപ്ലൈ സോണിൽ ഷോർട്ട് ചെയ്യരുത്. ഇവിടെ ലോങ് പൊസിഷൻസ് നമ്മൾ നോക്കണം. ഇത് BNB USDT ആണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയെന്ന് തന്നെ കൂട്ടാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു ഏരിയ എടുക്കുവാണെങ്കിൽ, ഈ ഒരു ഡൗൺ ട്രെൻഡ് എടുക്കുവാണെങ്കിൽ, ഈ ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്തത്. ഇത് കണ്ടോ, ഒന്ന് ഷിഫ്റ്റ് ആയത് കണ്ടോ, ഷിഫ്റ്റായി കഴിഞ്ഞതാ ഇവിടെ കറക്റ്റ് ഒരു QM പാറ്റേൺ ഒക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഷിഫ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിമാൻഡ് സോൺ കളിക്കുന്നത് ആയതുകൊണ്ട് ലോങ് പൊസിഷൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവരെ നമ്മൾ ഈ പറയുന്ന ട്രെൻഡിനോട് തന്നെ പോകുന്നു. ഓക്കെ, FAQ നമ്പർ 2 ആണ്. എത്ര മാക്സിമം ഏത് പോയിന്റ് വരെ നമുക്ക് ലോങ്സ് നോക്കിക്കൊണ്ടിരിക്കാം, എവിടെ നിന്ന് ഇത് റിവേഴ്സ് ആകുമെന്ന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്ന്. എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരു സോണിലായിരിക്കണം നിങ്ങളുടെ കണ്ട്. ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ അതായത് ഒരു സപ്ലൈ സോൺ ഉണ്ട്. ഈ ഒരു സപ്ലൈ സോൺ ഞാൻ മാർക്ക് ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ലോങ് എടുക്കുവാണെങ്കിൽ മാക്സിമം ഇത് എവിടെ വരെ പോകുമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഈ സപ്ലൈ സോൺ വരെ പോകാനുള്ള ചാൻസ് ഉള്ളൂ. ബിക്കോസ് അതൊരു ഹയർ ടൈം ഫ്രെയിം സപ്ലൈ ആണ്. സോ ഞാൻ എത്ര ലോങ് പൊസിഷൻ എടുത്താലും ഇനിഷ്യൽ ടാർഗറ്റ് എവിടെ ആയിരിക്കണം, ഇവിടെ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇത് ബ്രേക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ലോങ്സ് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 2. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിൽ വൈസ് വേഴ്സ, നിങ്ങളിപ്പോൾ ഒരു ഡിമാൻഡ് സോൺ കണ്ടുപിടിച്ചിട്ട് ആ ഡിമാൻഡ് സോണിലും ഈ പറയുന്ന പോലെ ട്രേഡ് ചെയ്താൽ മതി. ആ ഡിമാൻഡ് സോൺ വരെ ഷോർട്ട് ചെയ്യുന്നു, ഡിമാൻഡ് സോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, കൺഫർമേഷൻ ശേഷം പിന്നെ ഷോർട്ട് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് ചോദ്യം വരുന്നത് അത് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം യൂസ് ചെയ്യാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഹൈയും ലോയും എന്ന് പറയുന്നത് ഒരു റേഞ്ചാണ്. ആ റേഞ്ച് തന്നെയാണ് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. ഇവിടെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ ഇവിടെ തൊട്ട് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഈ ലോവർ ഹൈ ലോവർ ലോ കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റേഞ്ച് വരച്ച് കൊടുക്കുക. ഈ റേഞ്ചിൻ്റെ 50% മുകളിലുള്ളത് പ്രീമിയം, 50% താഴെയുള്ളത് ഡിസ്കൗണ്ടും ആകുന്നു. ഇതിൽ പ്രീമിയത്തിലുള്ള സപ്ലൈ സോൺസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാവുള്ളൂ, അതുപോലെ ഡിസ്കൗണ്ടിലുള്ള ഡിമാൻഡ് സോൺസ് മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. രണ്ടും വർക്കൗട്ട് ആയത് നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറൊരു ഈസ്റ്റർ എഗ് തരാനുള്ളത്, ഡിമാൻഡ് സോണിലാണ് മാർക്കറ്റ് കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് അവിടെ നിന്ന് പമ്പ് ചെയ്യാനും, സപ്ലൈ സോണിലാണ് മാർക്കറ്റ് കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് അവിടെ നിന്ന് ഡംപ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഇതിന് കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് FAQ നമ്പർ 3. ഇനി നെക്സ്റ്റ് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എപ്പോഴും ഏറ്റവും താഴത്തെയുള്ള ലെവലിലും ഏറ്റവും മുകളിലുള്ള ലെവലിലുള്ള സോൺസ് മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. കാരണം ഇതിനിടയ്ക്കുള്ള ആ ഒരു ഏരിയയിലൊക്കെ മാർക്കറ്റ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചാഞ്ചാടി നിൽക്കുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ടുവരുന്നുണ്ട്. ഞാനെല്ലാം ഒരുപാട് ട്രേഡേഴ്സ് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലുള്ള ഡിമാൻഡ് സോൺ, അതുപോലെ ഇതാണ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലുള്ള സപ്ലൈ സോൺ. അതിൽ ഹൈയും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എടുക്കാം. ഓക്കെ, ഇതാണ് ആ 2 സോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ആയിരിക്കണം നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്.
ഇവിടെ നോക്കുകയാണെങ്കിൽ 2 hourൽ ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു ഷിഫ്റ്റ് തന്നെയായിരുന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കണ്ടാൽ അറിയാം. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അടയാളപ്പെടുത്താനുണ്ട്. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതാക്കാം. ഡിമാൻഡ് 1 hour. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും പ്രൈസ് റിജക്റ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ കൺഫർമേഷൻ വെച്ചിട്ട് നെക്സ്റ്റ് ഇവിടെ വരെ ടാർഗറ്റ് വെച്ച് ഒരു ലോങ് പൊസിഷൻ ഓപ്പൺ ചെയ്യാനാണ് നിൽക്കുന്നത് BNBയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു ചെറിയൊരു ഈസ്റ്റർ എഗ് ആയിട്ട് തന്നേ ഉള്ളൂ. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓരോ ഹൈസിലും ലോസിലും ഓരോ ഹൈ ലോയും ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ എടുക്കുകയാണെങ്കിൽ ഇതല്ലേ ലോവസ്റ്റ് പോയിന്റ്, ഇതല്ലേ ഹയസ്റ്റ് പോയിന്റ്, ആ രീതിയിൽ. ഓക്കെ, ഇനി വെയിറ്റ്. എപ്പോഴാണ് ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ഇൻവാലിഡ് ആകുന്നത്? ഇപ്പോൾ ഈ ഒരു ഡിമാൻഡ് സോൺ ഈവൻ ദോ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും തിരിച്ചു പോയിട്ടുണ്ടല്ലോ, അതെന്താ അങ്ങനെ? ആ ഒരു ചോദ്യം പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഒരു ഡിമാൻഡ് സോണിൻ്റെ താഴെ എപ്പോഴും ലിക്വിഡിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഒരു ഡിമാൻഡ് സോണിൻ്റെ താഴെ പ്രൈസ് വന്നോന്നും പറഞ്ഞ് അത് ഇൻവാലിഡ് ആവത്തില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാർക്കറ്റ് നല്ല രീതിക്ക് ഒന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് റിട്രേസ്മെൻറ്റ് വരും. റിട്രേസ്മെൻറ്റിന് ശേഷം മാത്രമേ മാർക്കറ്റ് എന്ത് ചെയ്യൂ, മുകളിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്, ഇതിപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ നല്ലോണം പോയിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഇവിടം വരെ വന്നിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്യുവാണ്. ഒരിക്കലും വിചാരിക്കരുത് ഇനി താഴോട്ട് പോകുന്നു. കാരണം ഇത്രയുള്ളൊരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞിട്ട് ഇനി ഒരു റിട്രേസ്മെൻറ്റ് വരാനുള്ള ചാൻസ് 98% എബവ് ആണ്. അപ്പോൾ ഒരിക്കലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനി ഷോർട്ട് ചെയ്യരുത്. തിരിച്ച് വന്ന് എന്തായാലും SL ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴെ ഇറങ്ങും. എന്ത് ചെയ്യുക, ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം ഈ പറയുന്ന പോലെ ഡിസ്കൗണ്ടും പ്രീമിയം ഡ്രോ ചെയ്യുക. അത് കഴിഞ്ഞ് പ്രീമിയത്തിന് മുകളിലോട്ടേ ഷോർട്ട്സ് നോക്കാവുള്ളൂ. ഇനി മാർക്കറ്റ് നല്ല രീതിക്ക് ഒരു സഡൻ ഡമ്പാണെങ്കിൽ ശരി പറയുന്നത് പോലെ ഇത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു അപ്ട്രെൻഡിന് ശേഷം വളരെ സ്ലോ ആയിട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയേറ്റ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് വന്നിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും നമുക്ക് അവിടെ 1 hourൽ തന്നെ വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ വീക്ക് റിജക്ഷൻസ് കാണാനായിട്ട് പറ്റും. അതായത് ഒരു ബോഡി ക്ലോസ് കിട്ടിയിട്ടില്ല. ഒരു സപ്ലൈ സോണിൻ്റെ താഴെ ബോഡി ക്ലോസ് വന്നിട്ട് അവിടെ നിന്ന് തിരിച്ചത് റിട്രേസ് ചെയ്ത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോണിന് ഒരു തോൽവി എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഡിമാൻഡ് സോൺ ഇത്രയും കയറിയിട്ടാണ് തിരിച്ചിറങ്ങിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കമ്പയർഡ് ടു അഥവാ ഈ ഒരു ഡിമാൻഡ് സോൺ ഇത്ര കയറിയിട്ട് അപ്പോൾ നമ്മൾ ഫ്രഷ് ഒരു ഡിമാൻഡ് സോൺ വരച്ച് വെച്ചേക്കാണ്. ഇനി ഇത് ബ്രേക്ക് ചെയ്തു, അപ്പോൾ തീർച്ചയായിട്ടും ഇനി അവിടെ നിന്ന് താഴോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എത്ര നേരത്തേക്ക് വാലിഡ് ആവും? അതൊരു എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ഇപ്പോൾ ഒരു ഡിമാൻഡ് സോൺ ഞാൻ വരച്ചിട്ട് ഈ ഡിമാൻഡ് സോണിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് ഇത് റിജക്റ്റ് ആയി പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കി പോവുകയാണ് എങ്കിൽ ഈ പറയുന്ന പോലുള്ള ഈ ഒരു ഡിമാൻഡ് സോൺ ഇപ്പോൾ ഇൻവാലിഡ് ആയിട്ട് പുതിയൊരു ഡിമാൻഡ് സോൺ ഇവിടെ ഉണ്ടാവും. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോൺ യൂസ് ചെയ്യാം. ഇനി ഡിമാൻഡ് സോണിൽ മൾട്ടിപ്പിൾ ടച്ചസ് കിട്ടുന്നു. അതൊരു ഇന്നലെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഡിമാൻഡ് സോണിൽ മൾട്ടിപ്പിൾ ടച്ചസ് കിട്ടിക്കഴിഞ്ഞാൽ അത് സപ്പോർട്ട് സോണായിട്ട് മാറും. അതുപോലെ സപ്ലൈ സോണിലാണ് മൾട്ടിപ്പിൾ ടച്ചസ് കിട്ടുന്നതെങ്കിൽ അത് റെസിസ്റ്റൻസ് സോണായിട്ട് മാറുമെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഒരു ഡിമാൻഡ് സോണിൽ 1-2 ടച്ച് കിട്ടിയെന്ന് പറഞ്ഞ കുഴപ്പമില്ല, പക്ഷേ കിട്ടുന്ന ടച്ചുകൾ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ഡിമാൻഡ് സോൺ ഇവിടെ നിന്ന് ഞാൻ ഫ്രഷ് ആയിട്ട് വരച്ചു. അവിടെ നിന്ന് പ്രൈസ് ഒന്നും കൂടി വന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ഇനി മുകളിലോട്ട് പോകും. പോയതിന് ശേഷം പ്രൈസ് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് മറിച്ച് ഇവിടെ നിന്ന് ഡിമാൻഡ് സോൺ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് റിജക്റ്റ് ആയതിനു ശേഷം പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ നേരത്തെ ഹൈനെ ബ്രേക്ക് ചെയ്യാൻ കഴിവില്ലാത്ത രീതിയിൽ പ്രൈസ് പോവുകയാണെങ്കിൽ ഇത് ഈവൻ ദോ ഇതൊരു ബ്രേക്ക് ഔട്ട് സിമ്പിൾ ആണെങ്കിലും ആക്ച്വലി ഇതൊരു സൈൻ ഓഫ് ബെയറിഷ്നെസ് ആണ്. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റി ലീവ് ചെയ്തിട്ടൊക്കെ പോകുന്ന സെറ്റപ്സ് ഉണ്ട് നിങ്ങൾക്ക് SMCയിൽ, പക്ഷേ ഇതല്ല. അത് ഇതിൻ്റെ ഇവിടെ വരെ നിന്നിട്ടാണ് വരുന്നത്. ഇതിങ്ങനെ താഴെ ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്യത്തില്ല. ഇതെന്തായാലും ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ SL ഹണ്ടിന് വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പം ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ അതാണ് നിങ്ങൾക്ക് എത്ര ടച്ച് വരെ ഒരു ഡിമാൻഡ് സോൺ വാലിഡ് ആണെന്നുള്ളതിന് ഒരു ഇത്. അതുപോലെ 3 ടച്ചിന് മുകളിലുള്ളതിനെ നമ്മൾ സപ്പോർട്ട് സോണായിട്ടായാലും ട്രേഡിനെ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഒരു ജനറൽ റൂളാണത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ഇൻവാലിഡേറ്റ് ആയി പോകാൻ ടച്ച് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു ടച്ച് കിട്ടാതെ തന്നെ ഇത് ഇൻവാലിഡേറ്റ് ആകുമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഒരു ഡിമാൻഡ് സോണാണ്.
ഡിമാൻഡ് സോണിൽ നല്ലൊരു എക്സ്ട്രീം ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വളരെ സ്ലോ ആയിട്ടല്ലാതെ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിലല്ലാതെ പ്രൈസ് ഇപ്പോൾ ചിലപ്പോൾ ന്യൂസ് ഇവൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ വല്ല എക്കണോമിക് ഇവൻറ്റ്സ് ആയിരിക്കാം, എന്തായാലും ഈ പറയുന്ന അപ് ട്രെൻഡിനെ കാട്ടിലും അല്ലെങ്കിൽ അതിന് ഈക്വലായിട്ട് പ്രൈസ് താഴേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരുവാണെങ്കിൽ ഇനി ഈ ഡിമാൻഡ് സോൺ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അത് നമ്മളെ ഒരു ജനറലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വെരി ബെറ്റ് ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് അത് നമുക്ക് നമ്മൾ ജനറലായിട്ട് അറിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഡിമാൻഡ് സോൺ ആയാലും ഒരു സപ്ലൈ സോൺ ആയാലും നല്ല രീതിക്ക് മുകളിലോട്ട് പോയിട്ട് അതേ ഫോഴ്സിൽ തന്നെ സപ്ലൈ താഴോട്ട് വരുവാണെങ്കിൽ അവിടെ ഡിമാൻഡിനെ അത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ലെന്നാണ് അർത്ഥം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അവിടെ നിന്നൊക്കെ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഇട്ടിട്ട് ഡംപ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ ഡിമാൻഡ് സോൺ എന്ന് പറയുന്ന എല്ലാ എക്സാമ്പിൾസും സപ്ലൈ സോണിലും ഈ പറയുന്ന വൈസ് വേഴ്സയാണ്. അതുകൊണ്ട് രണ്ടും പിന്നെ മാറി മാറി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സപ്ലൈ സോൺ ആയാലും ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം സ്ട്രോങ് ആയിട്ട് തന്നെ അപ് ട്രെൻഡ് വലിഞ്ഞ് കയറുവാണെങ്കിൽ അത് ഇൻവാലിഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ വേറെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ന്യൂസ് ഇവൻറ്റ്സ് വന്നാലും പിടിച്ച് നിൽക്കും? അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ന്യൂസിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച്. ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഹൈലി നെഗറ്റീവ് ഇമ്പാക്റ്റുള്ള ന്യൂസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മുടക്കി ഞാനൊരു ലോങ് പൊസിഷൻ ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടം വരെ പോയി എത്തിച്ചു. ഞാൻ തന്നെയാണ് പമ്പ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പമ്പ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചത്. ഒരു ന്യൂസ് ഇവൻറ്റ് വന്ന് നല്ല രീതിക്ക് സെല്ലിംഗ് പ്രഷർ കാണുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ ഒഴുക്കിനെതിരെ നീന്താൻ നോക്കും, ഒഴുക്കിൻ്റെ കൂടെ പോകാൻ നോക്കും? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഈ ഒരു പൊസിഷൻ അവിടെ മിക്കവാറും ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ടൈം എത്തുമ്പോൾ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ എന്താണ് ബ്രേക്ക് ചെയ്യാൻ എക്സിറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പണി നോക്കിയിട്ട് എൻ്റെ ഫണ്ട് സേഫ് ആക്കാനേ ഞാൻ നോക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ന്യൂസ് ഇവൻറ്റ്സിന് എല്ലാ ന്യൂസ് ഇവൻറ്റ്സിലും പ്രൈസ് ഹോൾഡ് ചെയ്യുന്നു. വളരെ ചെറിയ ഇമ്പാക്റ്റ് ഒക്കെ ആണെങ്കിൽ ആ ന്യൂസ് ഇവൻറ്റ്സ് ഒരു ലൂബ്രിക്കൻ്റായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഡിമാൻഡ് സോൺ ചെറിയ ഇതുകൊണ്ട് ഇവിടെ വരട്ടെ, അതിനുശേഷം അവർ ബൈ ചെയ്യും. മനസ്സിലായില്ല? അതൊക്കെ അവർക്ക് ഒരു ഈസി ഇതാണ്. അല്ലാതെ ഹൈ ഇമ്പാക്റ്റുള്ള ന്യൂസ് ഇവൻറ്റ്സ്, ഇപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ്സിൻ്റെ ഹൈക്ക്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഈ പറഞ്ഞ ഡിമാൻഡ് സോണൊന്നും അതിനെ റെസ്പെക്റ്റ് ചെയ്ത് പോകത്തൊന്നുമില്ല. ഓക്കെ. നെക്സ്റ്റ് വരുന്നത്, ഞാനൊരു സ്ട്രോങ് സപ്ലൈ ഡിമാൻഡ് സോൺ കണ്ടു, പക്ഷേ അത് വർക്കൗട്ട് ആയില്ല. അതെന്തുകൊണ്ടാണ്? സപ്ലൈ ഡിമാൻഡ് സോൺസ് എനിക്ക് വരയ്ക്കാൻ അറിയില്ല, ഞാൻ വരച്ചതിൽ തെറ്റുണ്ടോ? ഇത് FAQയിൽ വരുന്നൊരു ഒരു എന്താണ് വളരെ ഒരു പോയിൻറ്റ്ലെസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു സ്ട്രാറ്റജിയും 100% വിൻ റേറ്റ് നിങ്ങൾക്ക് തരുന്നില്ല. മനസ്സിലായില്ലേ? എപ്പോഴും എത്ര സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയിൽ ആവാനുള്ള ചാൻസും അവിടെയുണ്ട്, അത് വർക്ക് ആവാനുള്ള ചാൻസും അവിടെയുണ്ട്. പക്ഷേ നമുക്ക് വർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലുള്ള സോൺസാണ് വേണ്ടത്. അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ഇതുപോലത്തെ ഒരു നല്ലൊരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവാനുള്ള ചാൻസ് 80 to maybe 70 to 80% ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടും. അത് നല്ല 1:3 R 1:5 R. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ആലോചിക്കണേ, 60% വിൻ റേറ്റേ ഉള്ളൂ, 1:3 R. ലോസ് ആയി കഴിയുമ്പോൾ 60 R, പ്രോഫിറ്റ് ആയി കഴിയുമ്പോൾ 60 120 180 R. സോ അവിടെ 180 - 60 നിയർലി 120 R പ്രോഫിറ്റ്, അതായത് പൈസ ഡബിൾ ആവുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ 100% വിൻ റേറ്റ് വേണം, എനിക്ക് 1:10 R വേണം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കുകയും ചെയ്യരുത്. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു എൻട്രിയും എക്സിറ്റും നിങ്ങൾ പ്ലാൻ ചെയ്ത് വയ്ക്കുക. അതാണ് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ വരുന്നത്. അപ്പോൾ എനിവേസ് ഈ ഒരു ഇത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും ഇത് വർക്ക് ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നല്ലൊരു സോൺ തന്നെ ഫെയിലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് എന്തുകൊണ്ട് ഫെയിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അവിടെ നിന്ന് വേറെ എക്സ്റ്റേണൽ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്, അത് ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവർക്കിപ്പോൾ വേറൊരു പൊസിഷൻ ഓപ്പൺ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇവർക്കിപ്പോൾ ഫണ്ട് ലിക്വിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവർക്കത് ക്ലോസ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൽ ഒരുപാട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ഉണ്ടല്ലോ, അതിൽ ഏതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ഏറ്റവും ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിൻ്റ് ആണ്. അതിനിടയ്ക്കുള്ള എല്ലാ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ എല്ലാ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ഉള്ളതാണ്. ഇതൊക്കെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഊപ്പാട് വരത്തേ ഉള്ളൂ. മറിച്ച് ഇവിടെ ഒരു ഹയസ്റ്റ് പോയിൻ്റ് ഉണ്ട്, ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യുവാണ്, ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ ചെയ്യുകയാണ്. ഇവിടെ നിന്ന് എവിടുന്നേലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വിൻ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ ഇതിന് ഇടയ്ക്കുള്ള ആ ഒരു ഏരിയസിലൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും നിങ്ങളുടെ പ്രോബബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഒരിക്കലും
2 ട്രേഡ് ലോസ് ആകുമ്പോൾ എൻ്റെ സ്ട്രാറ്റജി കുഴപ്പമുണ്ട് ആ രീതിയിൽ കരഞ്ഞുകൊണ്ട് വരരുത്. എപ്പോഴും നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്ന് റിവൈസ് ചെയ്യുക. ലോസ് വരുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, പ്രോഫിറ്റ് വരുന്നെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ വരുന്ന കാര്യങ്ങളെല്ലാം ജേർണൽ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ബെറ്റർ ട്രേഡർ ആകാനായിട്ട് പറ്റൂ. അപ്പോൾ ഈ ഒരു ചോദ്യം ഇത്രയേ ഉള്ളായിരുന്നു. ഒരുപാട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ഉണ്ടല്ലോ, അതിൽ ഏതിനാണ് എടുക്കേണ്ടത്? ഈ പറയുന്ന 2 സോൺസിനാണ് എടുക്കേണ്ടത്. ഒരു ഈസ്റ്റർ കൂടി തരാം. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞിട്ടുള്ള, ഇപ്പോൾ ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതായത് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ തൊട്ട് മുമ്പിലുള്ള, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഇവിടെ എവിടെയെങ്കിലും ഒരു ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിൽ ഇതും വർക്കൗട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്നലെ ലൈവായിട്ട് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് 1:3 ആറിനൊക്കെ നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യാവുന്നതാണ്. പിന്നെ തൊട്ട് താഴെയുള്ള ഇത് എടുക്കാം, അതുപോലെ തന്നെ സെയിം ആയിട്ട് ഇതും എടുക്കാം. ഇങ്ങനെ 3 സോൺസ് അവിടെ കിട്ടും. അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒപ്റ്റിമമായിട്ട് എൻട്രി എടുക്കാം. അത് എവിടെ എൻട്രി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഇവിടെ എൻട്രി എടുക്കുക, ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തുവാണെങ്കിൽ വിത്ത് കൺഫർമേഷൻ അടുത്തെടുക്കുക, അങ്ങനെ ആ രീതിയിൽ എടുത്തെടുത്ത് പോവുക. ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എത്രത്തോളം റിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു? റിഫൈനിങ് നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ റിഫൈൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു 4 hour സപ്ലൈ സോൺ ആണെങ്കിൽ 15 മിനിറ്റ് വരെ റിഫൈൻ ചെയ്താൽ മതി. ഒരു 1 hour ആണെങ്കിൽ 5 മിനിറ്റ് വരെ റിഫൈൻ ചെയ്താൽ മതി. 15 മിനിറ്റ് ആണെങ്കിൽ ഒരു 3 മിനിറ്റ് വരെ റിഫൈൻ ചെയ്യണം. 30 മിനിറ്റ് ആണെങ്കിലും 5 മിനിറ്റ് വരെ റിഫൈൻ ചെയ്താൽ മതി. ആ രീതിയിൽ റിഫൈൻ ചെയ്ത് പോകാവുള്ളൂ. ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസിൽ എത്ര കൺഫർമേഷൻ എടുക്കണം? വളരെ സിമ്പിളായിട്ടുള്ളൊരു ആൻസറാണ്. മിനിമം ഒരു 2 കൺഫർമേഷൻസ് എടുത്തിരിക്കണം. അതായത് ഫസ്റ്റ് ടച്ച്, അത് കഴിഞ്ഞ് സെക്കൻഡ് ടച്ച്, അതിനുശേഷമായിരിക്കണം 3ാമത് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്. അത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഇന്നത്തെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് FAQ ഇത്രയേ ഉള്ളായിരുന്നു. FAQ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ചോദ്യങ്ങളില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ പിന്നെയും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.